സ്നേഹരാജൻ നിന്നിലെല്ലാവൻ ജീവനും സ്നേഹവുമേ യേശുനാഥ നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നിന്നിലെല്ലാവൻ ജീവനും സ്നേഹവുമേ യേശുനാഥ യേശുനാഥ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിട് സ്നേഹമേ നീ യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കി പ്രാർത്ഥിക്കാം. നിന്റെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടത് ഈ കരുണയുടെ കൃപയുടെ മണിക്കൂറിലാണ്. നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ സ്വർഗം തന്ന നിമിഷമാണത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വറ്റാത്ത കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന നിമിഷമാണത്. കർത്താവേ, എൻ്റെ മേലും എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 37 അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല, കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. ഒന്ന് വിശ്വസിക്കാവോ? നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഇത് പറയാണ്, കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവനെന്നും നിലനിൽക്കുമെന്നാ പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു നിലനിൽപ്പ് സാധ്യമാകുന്നത് കർത്താവിൻ്റെ വഴികളിലൂടെ കർത്താവിന് പ്രീതികരമായി നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ജീവിതത്തിന്റെ ഇന്നലകളുടെ നഷ്ടങ്ങള്, പരാജയങ്ങള്, തകർച്ചകള്, നഷ്ടപ്പെട്ടു പോയ ചില ജീവിതത്തിന്റെ അനുഭവങ്ങള്, അതെല്ലാം തിരിച്ചു പിടിക്കാൻ വചനം പറയുകയാണ്, സങ്കീർത്തകൻ പറയാണ്, ഞാൻ കർത്താവിന് പ്രീതികരമായി സഞ്ചരിക്കും, അപ്പോൾ അവിടുന്ന് എൻ്റെ വഴികളെ സുസ്ഥിരമാക്കും. ദൈവമേ, നിലനിൽക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പല മേഖലകളും ഞങ്ങളിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. ഒരു ശാശ്വതമായ സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. നിലനിൽക്കുന്ന സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാത്ത ഭാരത്തോടും വേദനയോടും കൂടി പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ട്. ചില ആത്മീയ കാര്യങ്ങളിലും വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഭൗതിക ജീവിതത്തിന്റെ പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാന മാർഗങ്ങളിലൊക്കെ ഒരു സ്ഥിരതയുണ്ടായിരുന്നെങ്കിൽ, ഒരു നിലനിൽപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ദൈവമേ, നിന്റെ വലിയ കരുണ ഈ കുടുംബങ്ങളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ദൈവമേ, അങ്ങേക്ക് പ്രീതികരമായി ഞാൻ സഞ്ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ അവിടുന്ന് എൻ്റെ
എല്ലാ വഴികളെയും സുസ്ഥിരമാക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? എന്നിട്ട് പറയുകയാണ്, ഒരുപക്ഷേ അവൻ വീണേക്കാം, എങ്കിലും അത് മാരകമായിരിക്കുകയില്ല, കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ തമ്പുരാന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കി, ദൈവത്തിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ്, ദൈവേഷ്ടം മനസ്സിലാക്കി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ വീഴ്ചകളുണ്ടാകാം, ഇടർച്ചകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. എങ്കിലും വചനം പറയാണ്, അവൻ വീണേക്കാം, എങ്കിലത് മാരകമായിരിക്കില്ല, കാരണം കർത്താവ് അവന്റെ കരങ്ങളെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ വീഴ്ചകളിൽ നിന്നും, ഇടർച്ചകളിൽ നിന്നും, തകർന്നു പോയ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കരങ്ങളെ പിടിക്കണം. ഉദ്ധാനം ചെയ്ത, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കരങ്ങൾ താങ്ങണം. കർത്താവ് വചനത്തോടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിഷയമാണ്, അവിടുന്ന് നമ്മുടെ കരങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന്. വിശ്വസിച്ചേ, തമ്പുരാനെ, നിന്റെ വഴികളിലൂടെ, നിന്റെ ഹിതപ്രകാരം, നിന്റെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുവാൻ, ചലിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഈ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ മക്കൾ ഉണ്ടാകാം, വിശ്വാസ ജീവിതം പരിത്യജിച്ച ജീവിത പങ്കാളി ഉണ്ടാകാം, ആത്മീയ കാര്യങ്ങളോടും മറുതലിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകാം, വിശുദ്ധ ജീവിതം അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കുടുംബാംഗങ്ങൾ ഉണ്ടാകാം. അവരെല്ലാം ഈ നിമിഷം കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച്, കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിസമ്മതിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് ചേർത്ത് നിർത്തിക്കേ. എത്രയോ ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിസമ്മതിച്ച് കാരണം ചില വീഴ്ചകളിൽ നിന്നും ഇന്നും എഴുന്നേൽക്കാൻ പറ്റാതെ ആ വീഴ്ചകളിൽ കിടന്നുരുളുന്ന എത്രയോ ജീവിതങ്ങളെ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പറ്റണില്ല, പുറത്തു വരാൻ പറ്റണില്ല, പിന്നീട് അങ്ങോട്ട് ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ തലങ്ങളിലേക്ക് കൈക്ക് പിടിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ എന്നേക്കുമായി ജീവിതത്തിൽ വീണുപോയ എത്രയോ ജീവിതങ്ങളുണ്ട്. വിശ്വസിക്ക്, പ്രതീക്ഷിക്ക്. ഇതാ നിന്റെ കർത്താവിന്റെ കരം പിടിച്ച് തമ്പുരാന്റെ വഴികളിലൂടെ നടക്കാൻ തീരുമാനമെടുക്കുമ്പോ നീ വീണാലും അത് മാരകമായിരിക്കില്ല, കാരണം നിന്റെ കർത്താവ്, ഉദ്ധാനം ചെയ്ത കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്താം. പ്രത്യേകിച്ച് തമ്പുരാനെ മറന്ന് ജീവിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താം. ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റാതെ കടന്നു പോകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താം. പ്രാർത്ഥനയില്ലാത്ത, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത, കൗതാശിക ജീവിതമില്ലാത്ത ഒത്തിരി മക്കൾ കുടുംബങ്ങളിലില്ലേ? ഒരുപക്ഷെ വിദേശത്തൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയിട്ടുണ്ടാകാം, ജോലിക്ക് പോയിട്ടുണ്ടാകാം, നാട്ടിലായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥനയില്ലാതായി, പള്ളിപ്പോക്കില്ലാതായി. ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ പള്ളി പോകുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ കുമ്പസാരിക്കുന്നേ, എന്തിനാ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നേ, ഇതിന്റെയൊക്കെ ആവശ്യം എന്തുണ്ട് എന്നുപോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയ കുടുംബാംഗങ്ങൾ ഉണ്ടാകാം. തമ്പുരാനെ, ഇതാ ആത്മന ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്നു. അവരെയും നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്തി നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവിന്റെ വലിയ കരുണ അവർക്കെല്ലാം വേണ്ടി നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, തമ്പുരാനെ, ലോകം മുഴുവനും കർത്താവേ നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ പങ്കുചേർന്ന് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് വല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കണ്ണുനീരൊഴുക്കിയൊക്കെ ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഒരാളെ പോലും നീ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ, നിന്റെ സ്നേഹം ചൊരിയണമേ. കർത്താവ് നിന്റെ അത്ഭുതം ചെയ്യുന്ന കരങ്ങൾ ഈ കുടുംബങ്ങളുടെ മേൽ, ഈ കുടുംബാംഗങ്ങളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിയോഗങ്ങളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കരുണ തന്നെയായ കർത്താവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്റെ നയനങ്ങൾ കരങ്ങൾ കൂപ്പി അനുതാപത്തിൻ മിഴിനീരാ ദൈവമേ, 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 നിൻ മഹാസ്നേഹത്തിൻ ഓർമ്മയുണരുമ്പോ ഈറനണിയുന്നു എന്റെ നയനങ്ങൾ. കരങ്ങൾ കൂപ്പാം. ഏതാനും നിമിഷം മൗനമായി തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും വേദനിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ആത്മന നമുക്ക് ചേർത്ത് നിർത്താം. ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. പ്രഭാതം മുതൽ സായാഹ്നം വരെ എത്രയോ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ ആലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈശോ അതെല്ലാം ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഓഫീസിൽ ഫോൺ വഴി വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. വാട്സപ്പിലൂടെയും മെയിലിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളുണ്ട്. ഓരോ നിമിഷവും ഓൺലൈൻ ശുശ്രൂഷകളിൽ ലൈവായി പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവ് ഈ ആലയത്തിൽ വന്ന് കടാവിളക്കിലും കുരിശടിയിലൊക്കെ നിത്യാരാധനയിലൊക്കെ നിരന്തരമായി പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ആ നിയോഗങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്, വിവാഹത്തിന് തടസ്സമുള്ള മക്കള്, കുഞ്ഞുങ്ങളില്ലാത്തവര്, സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ടുള്ളവര്, കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ളവര്, ഈശോയെ എല്ലാവരെയും നിന്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് നിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളുടെ മീതെയും തമ്പുരാന്റെ കരുണ വർഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മൾ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ചാരയുണ്ട്. ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്ന് വിശ്വസിച്ച് നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും തമ്പുരാന്റെ മുന്നിൽ ഇറക്കി വെച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.